Good morning, dear students. Types of Management Information System എന്ന ചാപ്റ്ററിൽ അഞ്ചാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ DSS അഥവാ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന ഒരു ഭാഗമാണ് ഡിസ്കസ് ചെയ്തത്. ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രത്യേകത നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. It support the process of making decision. DSSന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഈ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെയാണ്. അതിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് DSSന്റെ പ്രധാനപ്പെട്ട ഒരു ഫങ്ഷനായിട്ട് പറയുന്നത്. സെക്കൻഡ് ആയിട്ടുള്ള ഒരു ഫങ്ഷനാണ് അതുമായി ബന്ധപ്പെട്ട കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഓട്ടോമേഷൻസ് വേണ്ടി സഹായിക്കുക. അതാണ് രണ്ടാമത്തത്. എങ്കിലും പ്രധാനമായിട്ടും ഇവിടെ എന്താ നോക്കുന്നത്, ഡിസിഷൻ സപ്പോർട്ട് ഡിസിഷൻ പ്രോസസ്സ്. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് കാപ്പബിലിറ്റീസ് ഓഫ് DSSന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കുന്നത്. ഏകദേശം ഒരു 11ഓളം പോയിന്റ് ഉണ്ട്. ഓരോ പോയിന്റും നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ പോയിന്റാണ് ഫെസിലിറ്റേഷൻസ്. DSS ഫെസിലിറ്റേറ്റ് ആൻഡ് സപ്പോർട്ട് സ്പെസിഫിക് ഡിസിഷൻ മേക്കിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് ഡിസിഷൻ പ്രോസസ്സ്. DSS ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ ഡിസിഷൻ മേക്കിംഗ് ആക്ടിവിറ്റീസിലും ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലുമാണ് DSS ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്, പ്രതിനിധാനം ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിന്റാണ് സപ്പോർട്ടിങ്. DSS ഓൺലി സപ്പോർട്ട് ഡിസിഷൻ മേക്കേഴ്സ് അറ്റ് എനി ലെവൽ ഇൻ അൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ, ഒരു സ്ഥാപനത്തിൽ ഒരുപാട് ലെവൽസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് മാനേജ്മെൻറ്റുകളുടെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ആൻഡ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. ഈ ഘട്ടങ്ങളിലെല്ലാം, ഈ മാനേജ്മെൻറ്റ് ലെവൽസിലെല്ലാം ഡിസിഷൻ മേക്കേഴ്സ് ഉണ്ടായിരിക്കും. ഈ ഡിസിഷൻ മേക്കേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടാണ് DSS പ്രവർത്തിക്കുന്നത്. അവരെ മാത്രമേ DSS സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. DSS ഷുഡ് സപ്പോർട്ട് റേദർ ദാൻ ഓട്ടോമേറ്റഡ് ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിംഗ് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ, ഓട്ടോമേറ്റഡ് ഡിസിഷൻ മേക്കിങ്ങിനേക്കാൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനെയാണ്, ഡിസിഷൻ മേക്കേഴ്സിനെയാണ്. അവർക്ക് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കലാണ് DSSന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് മെന്റ് ഫോർ ഹയർ ലെവൽ മാനേജ്മെന്റ്. DSS ആർ മെയിൻലി ഡിസൈൻഡ് ഫോർ ദി യൂസ് ഓഫ് ഹയർ ലെവൽ മാനേജ്മെന്റ്. നമുക്കറിയാം, കൂടുതലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഹയർ ലെവൽ മാനേജ്മെൻ്റ് ആണ്. ഇവരെ സഹായിക്കുക, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടായിരിക്കും ഒരു DSS പ്രവർത്തിക്കുന്നത്. അതാണ് ഇവിടെ DSSന്റെ അല്ലെങ്കിൽ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. നാലാമത്തെ പോയിന്റാണ് കമ്പ്യൂട്ടേഴ്സ് ആസ് വെൽ ആസ് ജഡ്ജ്മെൻറ്റ്. Managers can use computers as support for solving semi-structured problems. ഇവിടെ മാനേജേഴ്സ് എന്ന് പറയുന്നത് അവർ സാധാരണ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്നത് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനാണ്. സെമി സ്ട്രക്ചേർഡ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇവിടെ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട ആവശ്യങ്ങൾക്ക് വേണ്ടി ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, കമ്പ്യൂട്ടേഴ്സ് ഇവിടെ ഉൾപ്പെടുത്തുന്നത്. ഇനി അടുത്ത പോയിന്റാണ് ഇന്ററാക്ഷൻസ്. DSS കമ്പ്യൂട്ടർ ബേസ്ഡ് system designed for interactive used by decision makers who control sequence of interactions and operation performed. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, DSS കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കേഴ്സിന് ഇൻറ്ററാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ DSS സഹായിക്കുന്നുണ്ട്. ഡിസിഷൻ മേക്കേഴ്സ് തമ്മിൽ പരസ്പരം ഡാറ്റകൾ ഷെയർ ചെയ്യാനും അവർക്ക് വേണ്ട അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാനും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നമുക്ക് DSSനെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അടുത്ത പോയിന്റാണ് ടാസ്ക് ഓറിയൻറ്റഡ്.
അഥവാ DSS provide specific capabilities that support one or more tasks related to decision making. ഇവിടെ ഡിസിഷൻ മേക്കിങ്ങുമായി ബന്ധപ്പെട്ട ടാസ്കുകളെ ഓറിയൻറ്റ് ചെയ്തിട്ട് ടാസ്ക് ഓറിയൻറ്റഡ് ആയിട്ടാണ് ഒരു DSSൻ്റെ ഒരു പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റ അനാലിസിസ്, identification and design of alternatives, choice among alternatives, decision implementation. ഇത് ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒരു സ്റ്റെപ്പാണ് ഈ പറയുന്നത്. അപ്പോൾ അതിലാദ്യം ഇൻ്റലിജൻസ് ആയിട്ടുള്ള ഡാറ്റ അനാലിസിസും ഇൻ്റലിജൻസ് വർക്കുകളും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഡിസിഷൻ DSS ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഐഡൻറ്റിഫിക്കേഷൻ നടത്തുന്നുണ്ട്. ആൾട്ടർനേറ്റീവ്സിൽ നിന്നും ഡിസൈൻസും ഐഡൻറ്റിഫിക്കേഷൻ നടത്തുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആൾട്ടർനേറ്റീവ്സിൽ നിന്നും സെലക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസിഷൻ ഇംപ്ലിമെൻറ്റേഷൻ നടത്തുന്നുണ്ട്. ഈ എല്ലാ പ്രോസസ്സിലും DSSൻ്റെ ഇൻവോൾവ്മെൻറ്റ് ലഭിക്കുന്നുണ്ട്. ഇനി അടുത്ത പോയിൻ്റാണ് റിപ്പീറ്റഡ് യൂസ്. DSS ആർ ഇൻറ്റൻറ്റഡ് ഫോർ റിപ്പീറ്റഡ് യൂസ്. സാധാരണ രീതിയിൽ DSS ഉപയോഗിക്കുന്നത് റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്, വൺ ടൈം യൂസേജ് അല്ല. അത് ഒരു സ്ഥാപനത്തിലെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സുകൾ നടക്കുന്നത് ലൈഫ് ലോങ് ആണ്. അതുകൊണ്ട് തന്നെ ആ ലൈഫ് ലോങ് പർപ്പസിന് വേണ്ടിയിട്ടാണ് DSS ഇവിടെ ഉപയോഗിക്കുന്നത്. സ്പെസിഫിക് DSS മേ ബി യൂസ്ഡ് റുട്ടീൻലി ഓർ യൂസ്ഡ് ആസ് നീഡഡ് ഫോർ അഡ് ഹോക്ക് ഡിസിഷൻ സപ്പോർട്ട് ടാസ്ക്. പെട്ടെന്നുള്ളതും അതുപോലെ തന്നെ താൽക്കാലികമായിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനും വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റുട്ടീനായിട്ടുള്ളതോ അല്ലെങ്കിൽ ആവശ്യം വരുന്ന സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു DSSകളാണ് സാധാരണ നമുക്ക് കാണാൻ സാധിക്കുക. അടുത്ത പോയിൻ്റാണ് ഐഡൻറ്റിഫയബിൾ. അഥവാ നമുക്ക് ഒരു DSS നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് DSS may be independent system that collect for replicate data from other information system or subsystem of a larger more integrated information system. അഥവാ DSS എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റമാണ്. കാരണം നമുക്കറിയാം ഡിസിഷൻ മേക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ടായതുകൊണ്ട് തന്നെ മറ്റു രൂപത്തിലൊന്നും ഇൻവോൾവ് ചെയ്യാൻ സാധിക്കാത്ത ഒരു ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റം ആയിരിക്കും DSS എന്ന് പറയുന്നത്. ഇവിടെ ഡാറ്റകളെ റിപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡാറ്റകളെ മറ്റു ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്നും പകർത്തിയെടുക്കാൻ വേണ്ടിയിട്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ DSS സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അടുത്ത പോയിൻ്റാണ് ക്വിക്ക് റെസ്പോൺസ്. DSS should be able to respond quickly to changing needs of decision makers. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസിഷൻ മേക്കേഴ്സിൻ്റെ ആവശ്യങ്ങൾ പെട്ടെന്ന് തന്നെ തീർത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് DSSന് സാധിക്കുന്നുണ്ട്. അടുത്ത പോയിൻ്റാണ് ടെക്നോളജി. The technology required for DSS depend on the degree of flexibility required in decision making. ഇവിടെ ടെക്നോളജി DSSന് ആവശ്യമാണ്. അത് എത്രത്തോളം ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഫ്ലെക്സിബിലിറ്റിക്ക് അനുസരിച്ചാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ടെക്നോളജികൾ യൂസ് ചെയ്യുന്നത്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് ആണെന്നുണ്ടെങ്കിൽ അത്രയും എഫക്റ്റീവായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ടെക്നോളജികൾ അവിടെ ആവശ്യം വരും. അതാണ് ടെക്നോളജികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് ആണ് എഫക്റ്റീവ്നെസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. അതാണ് ലാസ്റ്റ് പോയിന്റ് പറയുന്നത്. ഇവിടെ DSS എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഒരു കംപ്ലീറ്റഡ് മാൻ പവർ ഡിസിഷൻ മേക്കിങ്ങിനേക്കാൾ എഫക്റ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇവിടെ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. DSS ആർ ഇൻറ്റൻഡഡ് ടു ഇംപ്രൂവ് ആക്യുറസി, ടൈംലിനെസ്, quality, overall effectiveness of a specific decision or set of related decision. ഇവിടെ സ്പെസിഫിക് ഡിസിഷൻസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഡിസിഷൻസ് എല്ലാം എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്യുറസി കീപ്പ് ചെയ്തുകൊണ്ട്, ടൈംലിനെസ്സോട് കൂടി, ക്വാളിറ്റിയോട് കൂടി, ഓവറോൾ എഫക്റ്റീവ്നെസ്സോട് കൂടി എന്ത് ചെയ്യാം, ഇവിടെ DSSൻ്റെ സഹായത്തോടു കൂടി ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതാണ് എഫക്റ്റീവ്നെസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന പോയിന്റിൽ പറയുന്നത്. ഈ 11 പോയിന്റാണ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ക്യാപ്പബിലിറ്റീസ് ഓഫ് DSS എന്ന് പറയുന്ന ടോപ്പിക്കിൽ പറയുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.